ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ നടന്ന ആദ്യ മത്സരം ഓർമ്മയില്ലേ? സഞ്ജു പുറത്താവാതെ 115 റൺസ് എടുത്ത മത്സരം. ആ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയത് സഞ്ജു ആയിരുന്നു. ഒരിക്കൽ കൂടി അത് ആവർത്തിച്ചിരിക്കുന്നു. സഞ്ജു തിളങ്ങിയപ്പോൾ ഡൽഹിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. 8 വിക്കറ്റിനാണ് ഇന്ന് നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ CSK പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഡൽഹിക്ക് ഈ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. സഞ്ജുവിന്റെ ഒരു ഇന്നിങ്സ് എടുത്തു പറയേണ്ടതുണ്ട്. ചേസിംഗിൽ വളരെ പക്വതയോടുകൂടിയാണ് അദ്ദേഹം കളിച്ചത്. 87 റൺസ് നേടിക്കൊണ്ട് സഞ്ജു പുറത്താകാതെ നിന്നു. അങ്ങനെയാണ് CSK 8 വിക്കറ്റിന്റെ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ടോസ് ലഭിച്ച DC ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. പക്ഷെ ആ തീരുമാനം പാളി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം CSKയുടെ ബൗളർമാർ നല്ല രൂപത്തിലാണ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ DCക്ക് ഒരുപാട് വിക്കറ്റുകൾ നഷ്ടമായി. അങ്ങനെ കേവലം 7 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് മാത്രമാണ് ഡൽഹിക്ക് നേടാൻ കഴിഞ്ഞത്. സമീർ റിസ്വിയുടെ ഒരു ഇന്നിങ്സ് ആണ് ഈ ഭേദപ്പെട്ട സ്കോറിലേക്ക് അവരെ എത്തിച്ചത്. CSKയുടെ ബൗളിംഗ് കാർഡിലേക്ക് വരുമ്പോൾ എല്ലാവരും മികച്ച പ്രകടനം നടത്തി. പ്രത്യേകിച്ച് നൂർ അഹമ്മദും അക്കീൽ ഹുസൈനും ഒക്കെ നല്ല രൂപത്തിലാണ് കളിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ചെറിയ സ്കോറിൽ ഒതുക്കാൻ സാധിച്ചത്. പിന്നീട് CSKയുടെ മറുപടി ബാറ്റിംഗിൽ രുദ്രാജ് ഗെയ്ക്വാദ് നിരാശപ്പെടുത്തി. അതുപോലെ തന്നെ ഉർവിൽ പട്ടേൽ നല്ല ഒരു തുടക്കം നൽകിയെങ്കിലും പിന്നീട് അദ്ദേഹം പുറത്തായി. ആ സമയത്താണ് സഞ്ജു വളരെ മെച്ചേർഡ് ആയിക്കൊണ്ട് കളിച്ചത്. അതായത് തുടക്കം തൊട്ടേ ആക്രമിച്ച് കളിക്കാൻ സഞ്ജു തയ്യാറായിരുന്നില്ല. പതിയെയാണ് കളിച്ചത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൽ നിന്നും കിടിലൻ ഷോട്ടുകൾ വന്നു. അങ്ങനെ സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് അദ്ദേഹം കളിച്ചു. കാർത്തിക് ശർമ്മയുമായി നല്ല ഒരു പാർട്ണർഷിപ്പ് അദ്ദേഹം ബിൽഡ് ചെയ്തു. 52 പന്തുകളിൽ നിന്ന് 87 റൺസാണ് അദ്ദേഹം നേടിയത്. മോശം പന്തുകളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ് സഞ്ജു ചെയ്തത്. 7 ഫോറുകളും 6 സിക്സറുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒരു കിടിലൻ ഇന്നിങ്സ് ആണ് സഞ്ജുവിൽ നിന്നും പിറന്നത്. കൂടാതെ കാർത്തിക് ശർമ്മയെ എടുത്തു പറയേണ്ടതുണ്ട്. സഞ്ജുവിന് നല്ല ഒരു പിന്തുണ നൽകി മത്സരം ഫിനിഷ് ചെയ്തത് അദ്ദേഹമായിരുന്നു. 31 പന്തുകളിൽ നിന്നും 41 റൺസ് അദ്ദേഹം നേടി. 4 ഫോറുകളും 2 സിക്സറുകളും അദ്ദേഹം നേടി. അങ്ങനെ സഞ്ജുവും കാർത്തിക് ശർമ്മയും ചേർന്നുകൊണ്ടാണ് ഈ മത്സരത്തിൽ CSK വിജയ തീരത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. ഏതായാലും സഞ്ജുവിന്റെ ഒരു ഇന്നിങ്സ് അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.